ക്ലൈമറ്റ് റെസിലിയന്റ് പൂഞ്ഞാറിനായി ഭൂമികയുടെയും പീനച്ചിൽ നദീസംരക്ഷണ സമിതിയുടെയും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള കർമ്മ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെയും ദുരന്ത നിവാരണ രൂപരേഖയ്ക്കായുള്ള പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA നിർവഹിച്ചു. മീനച്ചിൽ നദീസംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ S. രാമേന്ദ്രൻ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ഷാജി, ഭൂമിക പ്രസിഡന്റ് KE ക്ലമന്റ്, AB ഇമ്മാനുവൽ, ബിൻസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുള്ള അതിതീവ്ര മഴയും പ്രളയവും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ പ്രാദേശികമായി മറികടക്കാൻ ജനകീയ ജാഗ്രതയും മുന്നൊരുക്കങ്ങളും അനിവാര്യമാണെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറഞ്ഞു. ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മുൻപ് ഉള്ള കാലഘട്ടത്തിലെ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ ഈ വർത്തമാനകാല ജീവിത സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. കേരളത്തിൽ തന്നെ 2018 വലിയ പ്രളയമുണ്ടായി. 2019 മോശമല്ലാത്ത രീതിയിൽ പ്രളയവും വെള്ളപ്പൊക്കവും ദുരിതവും ഉണ്ടായി. 2021 ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഈ നിയോജക മണ്ഡലമായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ കൂട്ടിക്കലും കൊക്കയാറും പൂഞ്ഞാറും തീക്കോയിയും മുണ്ടക്കയവും ഒക്കെ ആയിരുന്നു 2021 കേരളം കണ്ട വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ആ ഒരു പ്രഭവ കേന്ദ്രം. അതിന്റെ തീഷ്ണത ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന ഇരകളായവർ. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ റൂറൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അത്യാലിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ തോമസ് വേങ്ങാലുവക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ മാത്യു M. കണമല ക്യാമ്പ് തീം അവതരിപ്പിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി വാർഡ് തല ഫീൽഡ് വർക്ക്, വിഷതൈനടിയിൽ, പൂഞ്ഞാർ ടൂറിസം പെർസ്പെക്റ്റീവ് ട്രക്കിംഗ് എന്നിവ നടത്തും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പൂഞ്ഞാറിൽ വിളംബര ജാഥയും ഫ്ലാഷ് മോബും നടത്തി.